19-ാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരമായിരുന്നു ലണ്ടൻ. കച്ചവടത്തിന്റെയും സമ്പദ്വ്യവസ്ഥയുടെയും ജനസഞ്ചയത്തിന്റെയും ഒരു മഹാസാഗരം തന്നെയായിരുന്നു അന്ന് ആ മഹാനഗരം. എന്നാൽ 1888-ലെ ശരത്കാലത്ത് നഗരത്തിന്റെ കിഴക്കൻ ഭാഗത്തുനിന്ന് അതിഭീകരമായ ഒരു വാർത്ത പുറത്തുവന്നു. ലോകത്തെ മുഴുവൻ നടുക്കിയ ഭീതിജനകമായൊരു കഥ. ഈസ്റ്റ് എൻഡിലെ നിരാലംബരായ സ്ത്രീകൾ ഓരോരുത്തരായി ജാക്ക് ദ റിപ്പർ എന്ന ക്രൂരനായ കൊലയാളിയുടെ കത്തിക്കിരയായി. പോലീസ് സേന അരിച്ചുപെറുക്കി അന്വേഷിച്ചിട്ടും പലതവണ പിടികൂടാൻ അടുത്തെത്തിയിട്ടും റിപ്പറെ പിടികൂടാനായില്ല. ഒടുവിൽ ആ കൊലപാതക പരമ്പര പെട്ടെന്ന് അവസാനിച്ചു. കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായി അതവശേഷിച്ചു. ലണ്ടനിലെ ഈസ്റ്റ് എൻഡിൽ വൈറ്റ് ചാപ്പൽ എന്നൊരു പ്രദേശമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ തിങ്ങി നിറഞ്ഞ ചേരികൾക്ക് കുപ്രസിദ്ധമായിരുന്നു ഇവിടം. നഗരത്തിലെ ദരിദ്രരും തൊഴിലില്ലാത്തവരുമായ അനേകം മനുഷ്യർ അഭയം തേടിയിരുന്നത് അവിടെയായിരുന്നു. മങ്ങിയ വെളിച്ചം മാത്രമുള്ള തെരുവുകളും ഇടുങ്ങിയ ഇടവഴികളും നിറഞ്ഞ ആ സങ്കീർണമായ വലയത്തിനുള്ളിൽ രാവും പകലും പോലീസ് റോന്തു ചുറ്റുമായിരുന്നു. അത്തരത്തിലുള്ളൊരിടുങ്ങിയ വഴിയായിരുന്നു ജോർജ് യാർഡ്. ആ വഴിയുടെ വടക്കേ കവാടത്തിന് സമീപം ജോർജ് യാർഡ് ബിൽഡിംഗ്സ് എന്നറിയപ്പെടുന്ന ഒരു താമസ സമുച്ചയമുണ്ടായിരുന്നു. 1888 ഓഗസ്റ്റ് 7-ലെ പ്രഭാതം. ജോൺ റീവ്സ് എന്ന വാടകക്കാരൻ ജോലിക്ക് പോകാനായി ഇറങ്ങിയ സമയമായിരുന്നു അത്. കെട്ടിടത്തിന്റെ 1-ാം നിലയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു. രക്തത്തിൽ കുളിച്ചു മലർന്നു കിടക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം. ആ കാഴ്ച കണ്ടു ഭയന്നു വിറച്ച അയാൾ സഹായത്തിനായി തെരുവിലേക്കോടി. കോൺസ്റ്റബിൾ തോമസ് ബാരറ്റായിരുന്നു ആദ്യം സംഭവസ്ഥലത്തെത്തിയത്. ഉടൻ തന്നെ ഡോക്ടർ ടിമോത്തി കിലീനും അവിടെയെത്തി പരിശോധനകൾ നടത്തി. ആ സ്ത്രീയുടെ ശരീരത്തിൽ 39ഓളം കുത്തുകളേറ്റിരുന്നു. ഭൂരിഭാഗം മുറിവുകളും നെഞ്ചിലും വയറ്റിലുമായിട്ടായിരുന്നു. മരണം സംഭവിച്ചിട്ട് ഏകദേശം 3 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാകുമെന്ന് ഡോക്ടർ കിലീൻ കണക്കുകൂട്ടി. അതായത് ഏകദേശം പുലർച്ചെ 2:30-യോടെയായിരിക്കണം ആ ക്രൂരകൃത്യം നടന്നത്. മൃതദേഹം കണ്ടെത്തിയ കോണിപ്പടിക്കപ്പുറത്തേക്ക് രക്തപ്പാടുകളൊന്നും കാണാതിരുന്നതിനാൽ ആക്രമണം അവിടെ വെച്ച് തന്നെയാണ് നടന്നതെന്ന് അനുമാനിക്കപ്പെട്ടു. എന്നാൽ വിചിത്രമായ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ആ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന ആരും തന്നെ സഹായത്തിനായുള്ള ഒരു നിലവിളിയോ ബഹളവോ കേട്ടിരുന്നില്ല. എമി ഹെവിറ്റ് എന്നൊരു സ്ത്രീ ഒഴികെ. കൊലപാതകം എന്നൊരൊറ്റപ്പെട്ട നിലവിളി കേട്ടതായി അവർ മാത്രം അവകാശപ്പെട്ടു. എന്നാൽ എമി ഹെവിറ്റ് സൂചിപ്പിച്ച ആ നിലവിളി കേട്ടതാകട്ടെ ഓഗസ്റ്റ് 6 വൈകുന്നേരം കെട്ടിടത്തിന് പുറത്തുനിന്നായിരുന്നു. ഈ പ്രദേശം കുറ്റകൃത്യങ്ങൾക്ക് പേരുകേട്ടതാണെന്നും കൊലപാതകമെന്നുള്ള നിലവിളികൾ ഇവിടെ നിത്യസംഭവമാണെന്നും എമി ഹെവിറ്റ് പോലീസിനോട് വിശദീകരിച്ചു. ഒടുവിൽ കൊല്ലപ്പെട്ട സ്ത്രീ 39-കാരിയായ മാർത്ത ടാബ്രമാണെന്ന് തിരിച്ചറിഞ്ഞു. 2 കുട്ടികളുടെ അമ്മയായിരുന്ന മാർത്ത വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭർത്താവുമായി പിരിഞ്ഞിരുന്നു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തുനിന്ന് ഏകദേശം 300 മീറ്റർ മാത്രം അകലെയുള്ള ജോർജ് സ്ട്രീറ്റിലെ 19-ാം നമ്പർ ലോഡ്ജിലായിരുന്നു അവർ അവസാനമായി താമസിച്ചിരുന്നത്. വേശ്യാവൃത്തിയിലൂടെയായിരുന്നു മാർത്ത ഉപജീവനം നടത്തിയിരുന്നത്. മേരി ആൻ കോണലി എന്ന സ്ത്രീയായിരുന്നു അവരുടെ സുഹൃത്തും സഹായിയും. ഓഗസ്റ്റ് 6 വൈകുന്നേരം താനും മാർത്തയും 2 പട്ടാളക്കാരോടൊപ്പം മദ്യപിക്കാൻ പോയിരുന്നുവെന്ന് കോണലി മൊഴി നൽകി. അർദ്ധരാത്രിക്ക് തൊട്ടുമുമ്പായി അവർ 4 പേരും വേർപിരിഞ്ഞു. കോണലി തന്റെ ഇടപാടുകാരനുമായി ഏഞ്ചൽ ആലിയിലേക്കും മാർത്ത തന്റെ കൂടെയുള്ളയാളുമായി തൊട്ടടുത്തുള്ള ജോർജ് യാർഡിലേക്കും പോയി. മാർത്തയെ ജീവനോടെ അവസാനമായി കണ്ടത് ആ നിമിഷത്തിലായിരുന്നു. ഏകദേശം 2 മണിക്കൂറുകൾക്ക് ശേഷം ജോർജ് യാർഡിന്റെ വടക്കേ കവാടത്തിന് സമീപം ചുറ്റിത്തിരിയുകയായിരുന്ന ഒരു പട്ടാളക്കാരനുമായി കോൺസ്റ്റബിൾ ബാരറ്റ് സംസാരിച്ചിരുന്നു. ഒരു സ്ത്രീയോടൊപ്പം പോയ തന്റെ കൂട്ടുകാരനെ കാത്തുനിൽക്കുകയാണെന്നാണ് ആ പട്ടാളക്കാരൻ ബാരറ്റിനോട് പറഞ്ഞത്. അതിനുശേഷം അരമണിക്കൂറിനുള്ളിൽ മാർത്ത ടാബ്രം കൊല്ലപ്പെട്ടിരിക്കാമെന്ന് കരുതപ്പെടുന്നു. സംശയിക്കപ്പെടുന്ന പട്ടാളക്കാരെ തിരിച്ചറിയാനായി കോണലിയെയും ബാരറ്റിനെയും വിളിപ്പിച്ചു. എന്നാൽ പ്രതികളെന്ന് സംശയിക്കപ്പെട്ടവർക്കെല്ലാം തങ്ങൾ നിരപരാധികളാണെന്ന് തെളിയിക്കാനുള്ള കൃത്യമായ രേഖകളുണ്ടായിരുന്നു. ഒരാൾ തന്റെ ഭാര്യയോടൊപ്പം വീട്ടിലായിരുന്നു, മറ്റൊരാൾ സൈനിക ക്യാമ്പിലും, മൂന്നാമത്തെയാൾ നഗരത്തിന്റെ തീർത്തും മറ്റൊരു ഭാഗത്തുമായിരുന്നു.
കേസ് അന്വേഷിച്ചിരുന്ന മുഖ്യ ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടർ എഡ്മണ്ട് റീഡിന് ആ വഴിക്കുള്ള അന്വേഷണം ഉപേക്ഷിക്കാൻ ഇത് മതിയായ കാരണമായിരുന്നു. കോണലിയും ബാരറ്റും ചൂണ്ടിക്കാണിച്ച ആളുകൾ തെറ്റായിരുന്നതിനാൽ അവരുടെ മൊഴികൾക്ക് ഇനി വിശ്വാസ്യതയുണ്ടാകില്ലെന്നും അത് തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം തീരുമാനിച്ചു. ഒരു പട്ടാളക്കാരനാണ് കൃത്യം നടത്തിയതെങ്കിൽ പോലും കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യമെന്താണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൈറ്റ് ചാപ്പലിലെ ജനങ്ങൾക്ക് കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും പരിചിതമായിരുന്നെങ്കിലും ഈ ആക്രമണത്തിന്റെ ക്രൂരത അവരെ ഭയപ്പെടുത്തുന്നതും ഒപ്പം ആശയക്കുഴപ്പത്തിലുമാക്കുന്നതുമായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ നടന്ന ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യമാണിതെന്നും പാവപ്പെട്ട ഒരു സ്ത്രീയെ ഇത്രത്തോളം മൃഗീയമായി ആക്രമിച്ചത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ലെന്നുമായിരുന്നു ഓഗസ്റ്റ് 23 നടന്ന അന്വേഷണത്തിന്റെ ഒടുവിൽ ഉദ്യോഗസ്ഥർ വിലയിരുത്തിയത്. എന്നാൽ ഒരാഴ്ച തികയുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഓഗസ്റ്റ് 31 പ്രഭാതം. റോബർട്ട് പോൾ എന്നയാൾ ഫോസ്റ്റർ സ്ട്രീറ്റിലെ വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പുറപ്പെട്ടു. ബക്സ് റോവിലേക്ക് തിരിഞ്ഞപ്പോൾ വഴിയിൽ ഒരാൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ അപരിചിതൻ റോബർട്ട് പോളിനെ അടുത്തു വിളിച്ച് നടപ്പാതയിൽ ഒരു സ്ത്രീ വീണുകിടക്കുന്നത് കാണിച്ചുകൊടുത്തു. ചാൾസ് ക്രോസ് എന്നായിരുന്നു ആ അപരിചിതന്റെ പേര്. ജോലിക്കു പോകുന്ന വഴിയാണ് അദ്ദേഹവും ആ സ്ത്രീയെ ആദ്യം കണ്ടത്. രണ്ടുപേരും കരുതലോടെ ആ സ്ത്രീയുടെ അടുത്തേക്ക് നീങ്ങി. അവരുടെ കൈകൾ മരവിച്ചിരുന്നു. ആ സ്ത്രീ മരിച്ചുകഴിഞ്ഞുവെന്ന് ചാൾസ് ക്രോസ് വിശ്വസിച്ചു. എന്നാൽ അവർക്കു നേരിയ ശ്വാസമുണ്ടെന്ന് റോബർട്ട് പോളിന് തോന്നി. പക്ഷേ ഉടൻ തന്നെ വൈദ്യസഹായം തേടുന്നതിനു പകരം ജോലിക്കു വൈകുമല്ലോ എന്ന കാര്യത്തിലായിരുന്നു അവർക്ക് കൂടുതൽ ഉത്കണ്ഠ. അതുകൊണ്ട് വഴിയിലേതെങ്കിലും പോലീസുകാരനെ കണ്ടാൽ വിവരമറിയിക്കാമെന്ന ധാരണയിൽ അവർ ജോലിസ്ഥലത്തേക്ക് യാത്ര തുടർന്നു. ഭാഗ്യവശാൽ കോൺസ്റ്റബിൾ ജോൺ നീൽ തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന റാന്തൽ വെളിച്ചത്തിൽ അദ്ദേഹം ആ കാഴ്ച കണ്ടു. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവേറ്റ് മലർന്നു കിടക്കുന്ന നിലയിലായിരുന്നു ആ സ്ത്രീ. മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ശരീരത്തിന് ചൂട് നഷ്ടപ്പെട്ടിരുന്നില്ല. ഉടൻ തന്നെ കോൺസ്റ്റബിൾ ജോൺ തെയ്നും അവിടെ എത്തി. അദ്ദേഹത്തെ സമീപത്തുള്ള ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരാനായി പറഞ്ഞയച്ചു. 4 മണിക്ക് ശേഷം സ്ഥലത്തെത്തിയ ഡോക്ടർ റീസ് ലെവലിൻ മൃതദേഹം പരിശോധിച്ചു. മരണം സംഭവിച്ചിട്ട് അരമണിക്കൂറിൽ കൂടുതലായിട്ടില്ലെന്ന് അദ്ദേഹം വിലയിരുത്തി. അതായത് കൊലപാതകം നടന്ന് മിനിറ്റുകൾക്കകം തന്നെയായിരുന്നു ക്രോസും പോളും ആ സ്ത്രീയെ കണ്ടെത്തിയത്. മാത്രമല്ല, സംഭവത്തിന് തൊട്ടുമുമ്പ് 3 ഉദ്യോഗസ്ഥർ ആ പരിസരത്ത് റോന്തു ചുറ്റുന്നുണ്ടായിരുന്നു. ഏകദേശം 3:15 മണിയോടെ കോൺസ്റ്റബിൾ നീലും സാർജന്റ് ഹെൻറി കിർബിയും ബക്സ് റോ പരിശോധിച്ചിരുന്നു. കോൺസ്റ്റബിൾ തെയ്നാകട്ടെ തെരുവിന്റെ അറ്റത്തുകൂടി കടന്നുപോകുകയും ചെയ്തു. എന്നിട്ടും അവരാരും അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല. ശബ്ദങ്ങളൊന്നും കേട്ടതുമില്ല. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തുവന്നു. കഴുത്തിലേറ്റ 2 മുറിവുകൾക്ക് പുറമേ ആ സ്ത്രീയുടെ വയർ ക്രൂരമായി കീറിമുറിച്ച നിലയിലായിരുന്നു. ശരീരത്തിൽ നിന്ന് അവയവങ്ങളൊന്നും നീക്കം ചെയ്തിരുന്നില്ല. എന്നാൽ വയറ്റിൽ പലയിടത്തായി കീറിമുറിച്ച മുറിവുകളുണ്ടായിരുന്നുവെന്ന് ഡോക്ടർ ലെവലിൻ കണ്ടെത്തി. കൊലയാളിക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ച് സാമാന്യമായ അറിവുണ്ടായിരുന്നുവെന്ന് ഡോക്ടർ വിശ്വസിച്ചു. കാരണം മർമ്മപ്രധാനമായ ഭാഗങ്ങളിലായിരുന്നു അയാൾ ആക്രമണം നടത്തിയിരുന്നത്. കൊല്ലപ്പെട്ടത് മേരി ആൻ നിക്കോൾസ് എന്ന സ്ത്രീയാണെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. കൊലപാതകത്തിന് 5 ദിവസം മുൻപായിരുന്നു അവർക്ക് 43 വയസ്സു തികഞ്ഞത്. നിക്കോൾസിന് 6 കുട്ടികളുണ്ടായിരുന്നു. ഫ്ലവർ ആൻഡ് ഡീൻ സ്ട്രീറ്റിലെ 56-ാം നമ്പർ ലോഡ്ജിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. കൊല്ലപ്പെട്ട ആ രാത്രി കിടക്കാനുള്ള വാടക നൽകാൻ പണമില്ലാത്തതിനാൽ ത്രോൾ സ്ട്രീറ്റിലെ ഒരു ലോഡ്ജിൽ നിന്ന് അവരെ ഇറക്കിവിട്ടിരുന്നു. വേശ്യാവൃത്തിയിലൂടെ പണം കണ്ടെത്താനായി തെരുവിലിറങ്ങിയ നിക്കോൾസ് ഓസ്ബോൺ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴാണ് തന്റെ സുഹൃത്തായ എലൻ ഹോളണ്ടിനെ കണ്ടുമുട്ടിയത്. അവർ തമ്മിൽ അല്പനേരം സംസാരിച്ചെങ്കിലും നിക്കോൾസ് അമിതമായി മദ്യപിച്ചിരുന്നുവെന്ന് എലനു മനസ്സിലായി. ഏകദേശം 2:30 മണിയോടെ അവർ പിരിഞ്ഞു. വൈറ്റ് ചാപ്പൽ റോഡിലൂടെ കിഴക്കോട്ട് വേച്ചുവേച്ചു നടക്കുന്ന നിക്കോൾസിനെയാണ് ഹോളണ്ട് അവസാനമായി കണ്ടത്. കഷ്ടിച്ച് 1 മണിക്കൂറിനുള്ളിൽ നിക്കോൾസിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. മൃതദേഹമല്ലാതെ കൊലയാളി മറ്റൊന്നും അവിടെ അവശേഷിപ്പിച്ചിരുന്നില്ല. രക്തപ്പാടുകളോ കൊലയ്ക്കുപയോഗിച്ച ആയുധമോ
ദൃക്സാക്ഷികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കുറ്റകൃത്യവുമായി ആരെയും ബന്ധിപ്പിക്കാൻ തക്കതായ ഒരു തരി തെളിവ് പോലും ലഭിച്ചില്ലെന്ന് കേസിന്റെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇൻസ്പെക്ടർ ജോസഫ് ഹെൽസൺ വ്യക്തമാക്കി. നിക്കോൾസ് കേസ് അന്വേഷണം വഴിമുട്ടിയെങ്കിലും മാർത്ത ടാബ്രം കേസുമായുള്ള ഇതിന്റെ സാമ്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. 2 കേസുകളിലും ആക്രമണം അങ്ങേയറ്റം ക്രൂരവും എന്നാൽ വ്യക്തമായ ലക്ഷ്യമില്ലാത്തതുമായിരുന്നു. കൊല്ലപ്പെട്ട 2 സ്ത്രീകളും ഏതാണ്ട് ഒരേ പ്രായത്തിലുള്ളവരും ഒരേ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരും വേശ്യാവൃത്തിയിലൂടെ ഉപജീവനം നടത്തുന്നവരുമായിരുന്നു. മുറിവുകളുടെ സ്വഭാവത്തിൽ മാത്രമായിരുന്നു കാര്യമായ വ്യത്യാസമുണ്ടായിരുന്നത്. ടാബ്രത്തിന് ആവർത്തിച്ചുള്ള കുത്തുകളേറ്റപ്പോൾ നിക്കോൾസിന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള വെട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയാൽ സമനില തെറ്റിയ ഒരേ വ്യക്തി തന്നെയാണ് 2 കൊലപാതകങ്ങളും നടത്തിയതെന്ന ധാരണ ശക്തമായി. വരും ദിവസങ്ങളിൽ ഈ വിശ്വാസം കൂടുതൽ ബലപ്പെടുകയും ചെയ്തു. സെപ്റ്റംബർ 8-ന് സൂര്യൻ ഉദിച്ചുവരുന്ന സമയം ജോൺ റിച്ചാർഡ്സൺ എന്നയാൾ ജോലിസ്ഥലത്തേക്ക് പോകുകയായിരുന്നു. ഏകദേശം 4:45 സമയത്ത് ഹാൻബറി സ്ട്രീറ്റിലെ 29-ാം നമ്പർ കെട്ടിടത്തിൽ അദ്ദേഹം ഒന്ന് കയറി. ഇടുങ്ങിയ ഇടനാഴിയിലൂടെ നടന്ന് മുൻവാതിലിലൂടെ അകത്തുകയറി അദ്ദേഹം പിൻവാതിലിനടുത്തേക്ക് നീങ്ങി. റിച്ചാർഡ്സൺ വീടിന്റെ പിൻവശത്തെ പടികളിലിരുന്നു. തന്റെ ബൂട്ടിൽ നിന്ന് ശല്യമായി നിന്ന ഒരു തോൽക്കഷണം നീക്കം ചെയ്യാനായി അയാൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചു. അത് ശരിയാക്കിയ ശേഷം അയാൾ കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങി മുൻവശത്തെ വാതിൽ അടച്ചു. ഏകദേശം 1 മണിക്കൂറിന് ശേഷം അതേ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ താമസിച്ചിരുന്ന ജോൺ ഡേവിസ് ഇടനാഴിയിലൂടെ താഴേക്കിറങ്ങി വന്നു. മുൻവശത്തെ വാതിൽ മലർക്കെ തുറന്നു കിടക്കുകയായിരുന്നു. എന്നാൽ പിൻവാതിൽ അടഞ്ഞുകിടപ്പായിരുന്നു. ഡേവിസ് ആ വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഭയാനകമായ കാഴ്ചയായിരുന്നു. പടികൾക്ക് തൊട്ടു താഴെയായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം. ഇൻസ്പെക്ടർ ജോസഫ് ചാൻഡലറായിരുന്നു ആദ്യം സ്ഥലത്തെത്തിയത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം ഉടൻ തന്നെ വൈദ്യസഹായം ആവശ്യപ്പെട്ടു. 6:30-ഓടെ ഡോക്ടർ ജോർജ് ഫിലിപ്സ് അവിടെയെത്തി. മൃതദേഹം അതിക്രൂരമായി വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നുവെന്ന് അദ്ദേഹം കണ്ടെത്തി. കഴുത്ത് ആഴത്തിൽ അറുത്തുമാറ്റിയിരുന്നു. വയറുഭാഗം പൂർണ്ണമായും കീറിപ്പൊളിച്ച നിലയിലായിരുന്നു. കുടലുകൾ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത് മൃതദേഹത്തിന്റെ തോളോട് ചേർത്ത് വെച്ചിരുന്നു. തുടർന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ഇൻസ്പെക്ടർ ജോസഫ് ചാൻഡലറും ഡോക്ടർ ഫിലിപ്സും ചേർന്ന് വീടിന്റെ പിൻഭാഗം വിശദമായി പരിശോധിച്ചു. അവിടെ കണ്ടെത്തിയ സാധനങ്ങളിൽ ഭൂരിഭാഗവും ആ കെട്ടിടത്തിലെ താമസക്കാരുടേതായിരുന്നു. എന്നാൽ മൃതദേഹത്തിന്റെ കാൽപാദങ്ങൾക്ക് തൊട്ടുതാഴെയായി ഒരു ചെറിയ തുണിക്കഷ്ണവും 2 ചീപ്പുകളും അവർ കണ്ടെത്തി. ആ സാധനങ്ങൾ കൊല്ലപ്പെട്ട സ്ത്രീയുടേത് തന്നെയാകാനാണ് സാധ്യതയെങ്കിലും കൊലയാളി അവ അവിടെ മനഃപൂർവ്വം ഒരു പ്രത്യേക രീതിയിൽ അടുക്കിവെച്ചതാണെന്ന് ഡോക്ടർ ഫിലിപ്സിന് തോന്നി. തുടർന്ന് നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ആ സ്ത്രീയുടെ ഇടത് കൈയിലുണ്ടായിരുന്ന 2 പിച്ചള മോതിരങ്ങൾ ബലമായി ഊരിയെടുത്തിട്ടുണ്ടെന്ന് വ്യക്തമായി. ആ മോതിരങ്ങൾ പരിസരത്തെങ്ങും കണ്ടെത്താനായില്ല. മാത്രമല്ല, ആ സ്ത്രീയുടെ ഗർഭപാത്രമടക്കം വയറ്റിലെ ചില ഭാഗങ്ങൾ കാണാനില്ലായിരുന്നു. ശരീരഭാഗങ്ങൾ നീക്കം ചെയ്തിരിക്കുന്ന രീതി കാണുമ്പോൾ കൊലയാളിക്ക് ശരീരശാസ്ത്രത്തിൽ അറിവുണ്ടെന്ന് ഡോക്ടർ ഫിലിപ്സ് വിശ്വസിച്ചു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഈ നിഗമനത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ശരീരശാസ്ത്രത്തിൽ നല്ല അറിവും വൈദഗ്ധ്യവുമുള്ള ഒരാളാണ് മുറിവുകളുണ്ടാക്കിയതെന്ന് വിലയിരുത്തപ്പെട്ടു. അനാവശ്യമായ മുറിവുകളൊന്നും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. മൃഗങ്ങളെ അറുക്കുന്നവർക്ക് പോലും ഇത്ര കൃത്യതയോടെ ഇത് ചെയ്യാൻ കഴിയില്ലെന്നും മറിച്ച് ശവശരീരങ്ങൾ കൈകാര്യം ചെയ്തു പരിചയമുള്ള പോസ്റ്റ്മോർട്ടം മുറികളുമായി ബന്ധമുള്ള ഒരാളായിരിക്കണം ഇത് ചെയ്തതെന്നും അഭിപ്രായമുയർന്നു. കൊല്ലപ്പെട്ടത് ആനി ചാപ്മാൻ എന്ന സ്ത്രീയാണെന്ന് അധികം വൈകാതെ തന്നെ തിരിച്ചറിഞ്ഞു. ആനി ചാപ്മാന്റെ കൃത്യമായ ജനനതീയതി വ്യക്തമല്ലെങ്കിലും കൊല്ലപ്പെടുമ്പോൾ അവർക്ക് ഏകദേശം 47 വയസ്സുണ്ടായിരുന്നു. 7 മക്കളുണ്ടായിരുന്ന ആനിക്ക് വലിയൊരു ദുരന്തമായിരുന്നു നേരിടേണ്ടി വന്നത്. അവരിൽ 2 പേർ മാത്രമേ അപ്പോൾ ജീവിച്ചിരുന്നുള്ളൂ. ഡോർസെറ്റ് സ്ട്രീറ്റിലെ 35-ാം നമ്പർ ലോഡ്ജിലായിരുന്നു അവർ അവസാനമായി താമസിച്ചിരുന്നത്. മരണം സംഭവിച്ച ആ രാത്രി വാടക കൊടുക്കാൻ പണമില്ലാത്തതിനാൽ അവർക്കവിടെ തങ്ങാൻ അനുവാദം ലഭിച്ചില്ല. രാത്രികാവൽക്കാരൻ അവരെ അവിടെ നിന്ന് പുറത്താക്കി. തൊട്ടടുത്തുള്ള ഒരിടവഴിയിലേക്ക് അവർ അപ്രത്യക്ഷമാകുന്നത് അയാൾ കണ്ടു. പിന്നീടുള്ള ഏതാനും മണിക്കൂറുകളിൽ ആനിക്കെന്ത് സംഭവിച്ചു എന്നത് ആർക്കും അറിയില്ല. ആ സമയത്ത് അവർ എവിടെയായിരുന്നു എന്നത്
ഇന്നും ഒരു നിഗൂഢതയായി അവശേഷിക്കുന്നു. പക്ഷേ മുൻപത്തെ 2 കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ചാപ്മാൻ കേസിൽ കൊലയാളിയെ ഒരാൾ കണ്ടിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. സെപ്റ്റംബർ 8 പുലർച്ചെ 5:30 എലിസബത്ത് ലോങ് എന്ന സ്ത്രീ ഹാൻബറി സ്ട്രീറ്റിലെ 29 നമ്പർ കെട്ടിടത്തിന് പുറത്ത് ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചു നിൽക്കുന്നത് കണ്ടു. താൻ കണ്ട സ്ത്രീ ആനി ചാപ്മാൻ തന്നെയാണെന്ന് എലിസബത്തിന് ഉറപ്പായിരുന്നു. എന്നാൽ കൂടെയുണ്ടായിരുന്ന പുരുഷൻ തിരിഞ്ഞു നിന്നിരുന്നതുകൊണ്ട് എലിസബത്തിന് അയാളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും അവരുടെ സംഭാഷണത്തിലെ ചില ഭാഗങ്ങൾ കേൾക്കാൻ എലിസബത്തിന് സാധിച്ചു. ആ പുരുഷൻ എന്തോ ചോദിച്ചപ്പോൾ അതിന് സമ്മതം മൂളുന്നതുപോലെയുള്ള മറുപടിയാണ് ആ സ്ത്രീ നൽകിയത്. എന്നാൽ ചാപ്മാൻ കേസിൽ മരണസമയം സംബന്ധിച്ച് ഇന്നും അവ്യക്തതകളും തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. രാവിലെ 6:30 സ്ഥലത്തെത്തിയ ഡോക്ടർ ഫിലിപ്സിന്റെ നിഗമനത്തിൽ മരണം സംഭവിച്ചിട്ട് ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാകണം. അതായത് ഏകദേശം 4:30 മരണം സംഭവിച്ചിരിക്കാമെന്ന് ചുരുക്കം. എന്നാൽ എലിസബത്ത് ലോങ്ങിന്റെ മൊഴി ഇതിനു വിരുദ്ധമായിരുന്നു. ഡോക്ടർ പറഞ്ഞ സമയത്തിനും 1 മണിക്കൂറിന് ശേഷവും ചാപ്മാനെ ജീവനോടെ കണ്ടിരുന്നുവെന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തിയത്. ഇതിനിടയിലാണ് ജോൺ റിച്ചാർഡ്സിന്റെ മൊഴിയും ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ആ കെട്ടിടത്തിലെ ഒരു താമസക്കാരിയുടെ മകനായിരുന്നു അദ്ദേഹം. മുമ്പ് മോഷണശ്രമം നടന്നിട്ടുള്ളതിനാൽ 4:45 അദ്ദേഹം നിലവറയുടെ വാതിൽ പരിശോധിക്കാൻ പോയിരുന്നു. അത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അദ്ദേഹം തന്റെ ബൂട്ടിലെ തുകൽ ചെത്തിമിനുക്കാനായി പിൻവശത്തെ പടികളിലിരുന്നത്. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ടടുത്തിരുന്നിട്ടും അങ്ങനെയൊന്ന് അദ്ദേഹം കണ്ടിരുന്നില്ല. ഇക്കാര്യത്തിൽ റിച്ചാർഡ്സൺ ഉറച്ചുനിന്നു. അവിടെ മൃതദേഹമുണ്ടായിരുന്നെങ്കിൽ അത് തന്റെ ശ്രദ്ധയിൽ പെടാതെ പോകില്ലായിരുന്നുവെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ആൽബർട്ട് കാഡോഷ് എന്നയാളുടെ മൊഴി കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാക്കി. 5 മണി കഴിഞ്ഞ് 20 മിനിറ്റായപ്പോൾ 27 നമ്പർ ഹാൻബറി സ്ട്രീറ്റിലെ വീടിന്റെ പിൻവശത്തുകൂടി നടക്കുകയായിരുന്നു കാഡോഷ്. അപ്പോൾ അടുത്തൊരിടത്തു നിന്നും സംസാരം കേട്ടു. അവ്യക്തമായിരുന്നെങ്കിലും ഇല്ല എന്നൊരു വാക്ക് മാത്രം അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 2 മുറ്റങ്ങളെയും വേർതിരിക്കുന്ന മരവേലിയിൽ എന്തോ വന്ന് വീഴുന്ന ശബ്ദവും അയാൾ കേട്ടു. പരസ്പര വിരുദ്ധമായ ഈ മൊഴികളിലെ ചുരുളഴിക്കുക പ്രയാസകരമായിരുന്നു. എങ്കിലും തന്റെ കണക്കുകൂട്ടലിൽ പിഴവ് സംഭവിച്ചിരിക്കാമെന്ന് ഡോക്ടർ ഫിലിപ്സ് സമ്മതിച്ചു. പ്രഭാതത്തിലെ കൊടും തണുപ്പും ശരീരത്തിൽ നിന്ന് അമിതമായി രക്തം വാർന്നുപോയതും കാരണം ശരീരത്തിന്റെ ചൂട് വേഗത്തിൽ കുറഞ്ഞത് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം. ഡോക്ടറുടെ നിഗമനത്തിലെ പിഴവും സാക്ഷികളുടെ സമയനിർണയത്തിലെ ചെറിയ വ്യത്യാസങ്ങളും കണക്കിലെടുത്താൽ ഏകദേശം പുലർച്ചെ 5:30 ആയിരിക്കണം ചാപ്മാൻ കൊല്ലപ്പെട്ടത്. ആ സമയത്ത് പുലരിയുടെ വെളിച്ചം പരന്നു തുടങ്ങിയിരുന്നതിനാൽ 29 നമ്പറിൽ താമസിക്കുന്നവർക്ക് കൊലപാതകം നടന്ന സ്ഥലം വ്യക്തമായി കാണാമായിരുന്നു. അവരിൽ പലരും ജനലുകൾ തുറന്നിട്ടായിരുന്നു ഉറങ്ങിയിരുന്നത്. എന്നിട്ടും ആ കൊലയാളിക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചു. അതിനിടയിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ സാധനങ്ങൾ പ്രത്യേക രീതിയിൽ അടുക്കി വയ്ക്കാൻ പോലും അയാൾ സമയം കണ്ടെത്തിയിരുന്നു എന്നത് അവിശ്വസനീയമായിരുന്നു. ഇരകളുടെ എണ്ണം വർദ്ധിച്ചതോടെ ജനങ്ങളാകെ പരിഭ്രാന്തരായി. കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ഭയം മാത്രമല്ല, പോലീസിന്റെ അനാസ്ഥയും കഴിവുകേടും ജനങ്ങളിൽ കടുത്ത അമർഷമുണ്ടാക്കി. കടൽ കടന്നുപോലും ലണ്ടൻ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിയില്ലാത്ത പോലീസ് സേനയും കുറ്റാന്വേഷകരുമാണ് ലണ്ടനിലേത് എന്നുവരെ പരിഹാസങ്ങളുണ്ടായി. എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കുമപ്പുറം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കൊലയാളിക്കനുകൂലമായിരുന്നുവെന്നതാണ് സത്യം. വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാതെ അക്രമം നടത്തുന്ന ഒരാളെയായിരുന്നു പോലീസിന് നേരിടേണ്ടിയിരുന്നത്. കൊലയ്ക്കുപയോഗിച്ച ആയുധമോ കൃത്യമായ ദൃക്സാക്ഷികളോ ഒന്നും അയാൾ അവശേഷിപ്പിച്ചിരുന്നില്ല. അതിലുപരി ഈസ്റ്റ് എൻഡിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നപ്പോൾ നിയന്ത്രിക്കാൻ ആവശ്യമായ അംഗബലം പോലീസ് സേനയ്ക്കുണ്ടായിരുന്നില്ല. ഒരു പത്രത്തിൽ വിശേഷിപ്പിച്ചതുപോലെ ലണ്ടനിലെ ഈസ്റ്റ് എൻഡിലുള്ള ഒരു മനുഷ്യൻ കടൽ തീരത്തെ ഒരു മണൽത്തരി പോലെയാണ്. ആ ജനസാഗരത്തിനിടയിൽ അദൃശ്യനും തിരിച്ചറിയാൻ കഴിയാത്തവനുമായ ഒരാൾ. സെപ്റ്റംബർ 30 നടന്ന സംഭവങ്ങൾ ഇക്കാര്യം കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു. സെപ്റ്റംബർ 29 ബേർണർ സ്ട്രീറ്റിലെ ഒരു സോഷ്യലിസ്റ്റ് ക്ലബ്ബിൽ പതിവുപോലെ ശനിയാഴ്ച യോഗം നടക്കുകയായിരുന്നു. അർദ്ധരാത്രിയോടെ യോഗം അവസാനിച്ചു. മിക്ക അംഗങ്ങളും വീടുകളിലേക്ക് മടങ്ങിയെങ്കിലും കുറച്ചുപേർ മാത്രം സംസാരിക്കാനും മദ്യപിക്കാനുമായി അവിടെ തന്നെ തുടർന്നു.
സെപ്റ്റംബർ 30 പിറന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജോസഫ് ലേവ് എന്നയാൾ ശുദ്ധവായു ശ്വസിക്കാനായി പുറത്തിറങ്ങി. ഡട്ട്ഫീൽഡ്സ് യാർഡിലേക്കുള്ള വശത്തെ വാതിലിലൂടെ പുറത്തിറങ്ങിയ അദ്ദേഹം 10 മിനിറ്റോളം അവിടെ സമയം ചെലവഴിച്ചു. ലേവ് അകത്തേക്ക് കയറിയ ഉടനെ തന്നെ മോറിസ് ഈഗിൾ അതേ വഴിയിലൂടെ കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചു. ക്ലബ്ബിലെ അംഗമായിരുന്ന അദ്ദേഹം ഒരു സ്ത്രീയെ വീട്ടിലാക്കിയിട്ട് മടങ്ങിവരികയായിരുന്നു. ആ സമയത്തൊന്നും അസ്വാഭാവികമായി ഒന്നും ഇരുവരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. 20 മിനിറ്റുകൾക്ക് ശേഷം ബർണർ സ്ട്രീറ്റിലൂടെ ഒരു കുതിരവണ്ടി വരുന്ന ശബ്ദം കേട്ടു. ക്ലബിന്റെ കാര്യസ്ഥനായ ലൂയിസ് ഡീംഷൂട്ട്സ് ആയിരുന്നു വണ്ടിയോടിച്ചിരുന്നത്. ഡട്ട്ഫീൽഡ്സ് യാർഡിലേക്ക് വണ്ടി തിരിച്ചതും പെട്ടെന്ന് കുതിര ഭയന്നതുപോലെ ഇടത്തോട്ട് വെട്ടിത്തിരിഞ്ഞു. വലതുഭാഗത്തെ ഇരുട്ടിൽ എന്തോ ഉള്ളതായി ലൂയിസിന് തോന്നി. വണ്ടിയിൽ നിന്നിറങ്ങിയ അദ്ദേഹം ഒരു തീപ്പെട്ടിക്കോലുരച്ചു നോക്കി. മതിലിനോട് ചേർന്നൊരു സ്ത്രീ കിടക്കുന്നത് ആ മങ്ങിയ വെളിച്ചത്തിൽ അദ്ദേഹം കണ്ടു. അവർ മരിച്ചതാണോ അതോ മദ്യപിച്ച് ബോധം കെട്ടതാണോ എന്നുപോലും നോക്കാൻ നിൽക്കാതെ ഭയചകിതനായ ലൂയിസ് തന്റെ ഭാര്യയുടെ വിവരം അന്വേഷിക്കാനായി ക്ലബിനുള്ളിലേക്ക് ഓടി. ഭാര്യ സുരക്ഷിതയാണെന്നുറപ്പുവരുത്തിയ ശേഷം അദ്ദേഹം മറ്റുള്ളവരെ അറിയിച്ചു. വൈകാതെ തന്നെ ഒരു ചെറിയ ആൾക്കൂട്ടം അവിടെ തടിച്ചുകൂടി. ആ സ്ത്രീയുടെ കഴുത്ത് അതിക്രൂരമായി അറുത്തുമാറ്റിയിട്ടുണ്ടെന്ന് അവർക്കിപ്പോൾ വ്യക്തമായി കാണാമായിരുന്നു. മുറ്റത്തുകൂടി രക്തം ഒരരുവിയായി ഒഴുകിയാങ്ങുന്നുണ്ടായിരുന്നു. ഈഗിളും ഡീംഷൂട്ട്സും മറ്റു ചിലരും പോലീസിനെ കണ്ടെത്താനായി ഉടൻ തന്നെ പല വഴിക്ക് പിരിഞ്ഞുപോയി. അധികൃതർ എത്തുന്നതും കാത്ത് ഒരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടിയെങ്കിലും കൊലയാളിയെക്കുറിച്ച് യാതൊരു സൂചനയും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നഗരത്തിന്റെ മറുഭാഗത്ത് അവിടെ നിന്നും 1 കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരത്തായി പടിഞ്ഞാറ് വശത്ത് അതിലും ഭയാനകമായ മറ്റൊരു കാഴ്ച കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതേ ദിവസം പുലർച്ചെ 1:30 മണിയോടെ കോൺസ്റ്റബിൾ എഡ്വാർഡ് വാട്കിൻസ് മൈറ്റർ സ്ക്വയർ എന്നറിയപ്പെടുന്ന തുറസായ സ്ഥലത്ത് പരിശോധന നടത്തുകയായിരുന്നു. ഓരോ 13 മിനിറ്റിലും വാട്കിൻസ് ആ ചത്വരത്തിലൂടെ കടന്നുപോകുമായിരുന്നു. അന്നേരം ആ സ്ഥലം വിജനമായിരുന്നു. എന്നാൽ വാട്കിൻസ് അടുത്ത റൗണ്ട് പൂർത്തിയാക്കി തിരിച്ചെത്തുന്നതിനിടയിലുള്ള ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ മൈറ്റർ സ്ക്വയർ ഒരു കുറ്റകൃത്യത്തിന് വേദിയായി കഴിഞ്ഞിരുന്നു. സമയം 1:45 അടുക്കാറായപ്പോൾ അദ്ദേഹം വീണ്ടും അവിടെയെത്തി വലത്തോട്ട് തിരിഞ്ഞു. അവിടെ മലർന്നു കിടക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹം വാട്കിൻസ് കണ്ടു. കഴുത്ത് അറുത്ത നിലയിലായിരുന്നു. വയർ കീറിപ്പൊളിച്ച് കുടലുകൾ പുറത്തു ചാടിയിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു ആ ശരീരം. വൈകാതെ ഡോക്ടർ ജോർജ് സെക്വേറയും ഡോക്ടർ ഫ്രെഡറിക് ബ്രൗണും സ്ഥലത്തെത്തി. ആ സ്ത്രീയുടെ മുഖത്തും കഴുത്തിലും വയറ്റിലും അതിഗുരുതരമായ മുറിവുകൾ അവർ കണ്ടെത്തി. കുടലുകൾ വലിച്ചു പുറത്തെടുത്ത് വലതു തോളിൽ വെച്ചിരിക്കുന്ന നിലയിലായിരുന്നു. മുഖത്തെ മുറിവുകൾക്ക് പുറമേ വലതു ചെവിയുടെ മുകൾ ഭാഗം കോണോട് കോൺ വെട്ടിമുറിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ബ്രൗൺ രേഖപ്പെടുത്തി. ഡോക്ടർമാരുടെ അഭിപ്രായവും വാട്കിൻസിന്റെ മൊഴിയും വെച്ചു നോക്കുമ്പോൾ മൃതദേഹം കണ്ടെത്തുന്നതിന് തൊട്ടുമുമ്പ് മാത്രമാണ് മരണം സംഭവിച്ചത്. ബെർണർ സ്ട്രീറ്റിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഡോക്ടർ ഫ്രെഡറിക് ബ്ലാക്ക്വെല്ലും ഡോക്ടർ ജോർജ് ഫിലിപ്സും സമാനമായ നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. ഡട്ട്ഫീൽഡ്സ് യാർഡിൽ കണ്ടെത്തിയ സ്ത്രീയും മൃതദേഹം കണ്ടെത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് മരിച്ചത്. എന്നാൽ മുൻപത്തെ ഇരകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സ്ത്രീയുടെ കഴുത്തിൽ മാത്രമേ മുറിവുകൾ ഉണ്ടായിരുന്നുള്ളൂ. വയർ കീറിമുറിക്കുകയോ മറ്റു ക്രൂരതകൾ കാട്ടുകയോ ചെയ്തിരുന്നില്ലാത്തതിനാൽ മറ്റു കൊലപാതകങ്ങളുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ പ്രഥമദൃഷ്ട്യാ തെളിവുകൾ കുറവായിരുന്നു. ഡട്ട്ഫീൽഡ്സ് യാർഡിലെയും മൈറ്റർ സ്ക്വയറിലെയും കൊലപാതകങ്ങൾ നടന്ന സ്ഥലങ്ങൾ തമ്മിൽ 1 കിലോമീറ്ററിൽ താഴെ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. സമയമാകട്ടെ വെറും 3/4 മണിക്കൂറിന്റെ വ്യത്യാസവും. ഇത് ഭയാനകമായ ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ലൂയിസ് ഡീംഷൂട്ട്സ് വണ്ടിയുമായി വന്നപ്പോൾ കൊലയാളി കൃത്യം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും വണ്ടിയുടെ ശബ്ദം കേട്ട് അയാൾക്കത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയതാകാമെന്നും അന്നും ഇന്നും സംശയിക്കപ്പെടുന്നു. പുറത്തേക്കുള്ള ഏക വഴി ബെർണർ സ്ട്രീറ്റിലെ ഗേറ്റ് മാത്രമായിരുന്നതിനാൽ കൊലയാളി അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടാകാം. ഡീംഷൂട്ട്സ് ക്ലബിനുള്ളിലേക്ക് ഓടിക്കയറിയ തക്കത്തിന് അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കാം. അവിടെ നിന്നും മൈറ്റർ സ്ക്വയറിലെത്താൻ 15 മിനിറ്റിൽ താഴെ സമയം മതിയാകും. മറ്റൊരു ഇരയെ കണ്ടെത്തി കൃത്യം നിർവഹിക്കാൻ അത് ധാരാളം സമയമായിരുന്നു. എന്നാൽ ഇതൊക്കെ വെറും അനുമാനങ്ങൾ മാത്രമാണെന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 2 കൊലപാതകങ്ങൾക്കും പിന്നിൽ ഒരാൾ തന്നെയാണെന്ന് തെളിയിക്കാൻ തക്കതായ തെളിവുകളൊന്നുമില്ല. ഡട്ട്ഫീൽഡ്സ് യാർഡിൽ കൊല്ലപ്പെട്ട സ്ത്രീ 44-കാരിയായ എലിസബത്ത് സ്ട്രൈഡ് ആയിരുന്നു. സ്വീഡനിൽ നിന്നും കുടിയേറി 2 പതിറ്റാണ്ടിലേറെയായി ലണ്ടനിൽ താമസിച്ചു വരികയായിരുന്നു അവർ. ഭർത്താവിന്റെ മരണം ശേഷം വേശ്യാവൃത്തിയിലൂടെയായിരുന്നു സ്ട്രൈഡ് ഉപജീവനം നടത്തിയിരുന്നത്.
ഫ്ലവർ ആൻഡ് ഡീൻ സ്ട്രീറ്റിലെ 32-ാം നമ്പർ ലോഡ്ജിലായിരുന്നു അവർ അവസാനമായി താമസിച്ചിരുന്നത്. മരണം സംഭവിച്ച ആ രാത്രിയിൽ സ്ട്രൈഡിനെ കണ്ടതായി ധാരാളം സാക്ഷികളുണ്ടായിരുന്നു. ആദ്യം 11 മണിയോടെ മാന്യമായി വസ്ത്രം ധരിച്ച ഒരാളോടൊപ്പം അവരെ കണ്ടവരുണ്ട്. പിന്നീട് അർദ്ധരാത്രിക്ക് 1/4 മണിക്കൂർ മുമ്പ് ഒരു ഗുമസ്തനെ പോലെ തോന്നിക്കുന്ന നല്ല വേഷം ധരിച്ച മറ്റൊരാളുമായി സ്ട്രൈഡ് സംസാരിക്കുന്നത് കണ്ടവരുണ്ട്. കൊലപാതകം നടക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കോൺസ്റ്റബിൾ വില്യം സ്മിത്തും സ്ട്രൈഡിനെ കണ്ടിരുന്നു. അപ്പോഴും മാന്യനെന്ന് തോന്നിക്കുന്ന ഒരാൾ അവർക്കൊപ്പമുണ്ടായിരുന്നു. പത്രക്കടലാസിൽ പൊതിഞ്ഞ ഒരു ചെറിയ പൊതി അയാളുടെ കൈവശമുണ്ടായിരുന്നു. ഈ സാക്ഷികളെല്ലാം കണ്ടത് ഒരാളെ തന്നെ ആണോ അതോ രാത്രിയുടെ വിവിധ യാമങ്ങളിൽ സ്ട്രൈഡ് പലരുമായും കണ്ടുമുട്ടിയിരുന്നോ എന്നത് വ്യക്തമല്ല. മറ്റു പല സാക്ഷികളുമുണ്ടായിരുന്നുവെങ്കിലും ചിലരുടെ മൊഴികൾ അത്ര വിശ്വസനീയമായിരുന്നില്ല. എന്നാൽ അവരിൽ നിന്നെല്ലാം വേറിട്ടു നിന്നത് ഇസ്രയേൽ ഷ്വാർട്സ് എന്നയാളുടെ വെളിപ്പെടുത്തലായിരുന്നു. ഏകദേശം 12:45 ഷ്വാർട്സ് ബെർണർ സ്ട്രീറ്റിലൂടെ നടക്കുകയായിരുന്നു. ഡട്ട്ഫീൽഡ്സ് യാർഡിനടുത്തെത്തിയപ്പോൾ ഒരാൾ ഒരു സ്ത്രീയെ കവാടത്തിന് മുന്നിലേക്ക് ബലമായി തള്ളിയിടുന്നത് അദ്ദേഹം കണ്ടു. ആ സ്ത്രീ 3 തവണ നിലവിളിച്ചെങ്കിലും ശബ്ദത്തിനത്ര ശക്തിയുണ്ടായിരുന്നില്ല. താനെന്ന് കണ്ട സ്ത്രീ എലിസബത്ത് സ്ട്രെയ്ഡ് ആയിരുന്നുവെന്ന് ഷ്വാർട്സ് പിന്നീട് തിരിച്ചറിഞ്ഞു. അവിടെ നടന്ന സംഭവങ്ങളിൽ ഇടപെടാൻ മുതിരാതെ ഷ്വാർട്സ് റോഡിന്റെ മറുഭാഗത്തേക്ക് മാറി നടന്നു. അവിടെ എതിർവശത്തായി പൈപ്പ് കത്തിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റൊരാളെ അദ്ദേഹം കണ്ടു. ആ സമയത്ത് സ്ത്രീയെ ആക്രമിച്ചയാൾ അവിടെ നിന്ന് രണ്ടാമനെ നോക്കി ലിപ്സ്കി എന്ന് ഉറക്കെ വിളിച്ചു. പൈപ്പ് വലിച്ചുകൊണ്ടിരുന്നയാൾ ഷ്വാർട്സിനെ കുറച്ചു ദൂരം പിന്തുടർന്നെങ്കിലും പിന്നീട് പിൻവാങ്ങി. ഒറ്റ നോട്ടത്തിൽ കൊലയാളിക്ക് ലിപ്സ്കി എന്നു പേരുള്ള ഒരു സഹായി ഉണ്ടായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരിൽ ചിലർ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ കേസിലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനിൽ ഒരാളായ ഇൻസ്പെക്ടർ ഫ്രെഡറിക് ആബർലൈനിന്റെ നിഗമനം മറ്റൊന്നായിരുന്നു. 1887 ഇസ്രായേൽ ലിപ്സ്കി എന്ന ജൂതൻ ഒരു കൊലപാതക കേസിൽ പ്രതിയായതോടെ ആ പേര് വലിയ കുപ്രസിദ്ധി നേടിയിരുന്നു. കാലക്രമേണ അതൊരു ജൂതവിരുദ്ധ അധിക്ഷേപ വാക്കായി മാറി. കാഴ്ചയിൽ ജൂതരുമായി സാമ്യമുള്ള രൂപമായിരുന്നതുകൊണ്ട് ഷ്വാർട്സിനെ അധിക്ഷേപിക്കാനായി ആക്രമണം നടത്തിയാൽ ആ പേര് വിളിച്ചതാകാമെന്ന് ആബർലൈൻ അനുമാനിച്ചു. പൈപ്പ് വലിച്ചുകൊണ്ടിരുന്നയാൾ ഒരുപക്ഷെ അതുവഴി വന്ന നിരപരാധിയായ വഴിയാത്രക്കാരനാകാം. അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കണ്ട് ഷ്വാർട്സിനെ പോലെ അയാളും ഭയന്നുപോയതാകാം. ആബർലൈനിന്റെ നിഗമനം ശരിയായിരുന്നോ എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. എന്തായാലും ഷ്വാർട്സിന്റെ മൊഴി വളരെ നിർണായകമായിരുന്നു. കാരണം എലിസബത്ത് സ്ട്രെയ്ഡ് ആക്രമിക്കപ്പെട്ട നിമിഷത്തിന് അദ്ദേഹം സാക്ഷിയായിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതിനിടയിൽ മൈറ്റർ സ്ക്വയറിൽ വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. മൃതദേഹം ഒരു നോക്ക് കാണാനുള്ള ആകാംക്ഷയായിരുന്നു അവരെ അവിടേക്ക് എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഗർഭപാത്രവും ഇടത് വൃക്കയും ഉൾപ്പെടെ ചില അവയവങ്ങൾ കൊലയാളി ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. ഇത് ചെയ്യാൻ സാമാന്യം നല്ല അറിവ് ആവശ്യമാണെന്നും ഒരറപ്പുകാരന്റെ വൈദഗ്ധ്യം ഇതിനു പിന്നിലുണ്ടെന്നും ഡോക്ടർ ബ്രൗൺ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഡോക്ടർ സെക്വീറയുടെ നിഗമനം ഇതിനു വിരുദ്ധമായിരുന്നു. ശരീരശാസ്ത്രത്തിൽ അഗാധമായ അറിവുള്ള ഒരാളാണ് ഇത് ചെയ്തതെന്നതിന് തെളിവുകളൊന്നും അദ്ദേഹം കണ്ടില്ല. മൈറ്റർ സ്ക്വയറിൽ കൊല്ലപ്പെട്ടത് 46-കാരിയായ കാതറിൻ എഡോസ് ആണെന്ന് വൈകാതെ തിരിച്ചറിഞ്ഞു. 5 മക്കളുണ്ടായിരുന്നെങ്കിലും ക്രൂരനായ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം അവർ കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്നു. ഫ്ലവർ ആൻഡ് ഡീൻ സ്ട്രീറ്റിലെ 55-ാം നമ്പർ ലോഡ്ജിലായിരുന്നു അവർ അവസാനമായി താമസിച്ചിരുന്നത്. മരണം നടന്ന ആ രാത്രിയിൽ എഡോസ് മദ്യപിക്കാനായി പുറത്തുപോയിരുന്നു. അമിതമായി മദ്യപിച്ചിരുന്ന അവരെ രാത്രി ഏകദേശം 8:30-യോടെ ഓൾഡ് ഗേറ്റ് ഹൈ സ്ട്രീറ്റിലെ നടപ്പാതയിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തി. ചുറ്റും ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ബഹളം കേട്ട് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ സമീപത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പുലർച്ചെ 1 മണിവരെ അവരെ അവിടെ തടവിൽ പാർപ്പിച്ചു. മോചിതയായ ശേഷം മൈറ്റർ സ്ക്വയറിന് പരിസരത്ത് വെച്ച് അവരെ ഒരു പുരുഷനോടൊപ്പം കണ്ടിരുന്നു. അവരെ കണ്ട 3 സാക്ഷികളിൽ ജോസഫ് ലാവൻഡെ എന്നയാൾ മാത്രമാണ് ആ ഇരുവരെയും അല്പമെങ്കിലും ശ്രദ്ധിച്ചത്. ഒരു നാവികനെപ്പോലെ തോന്നിപ്പിക്കുന്ന ആ മനുഷ്യൻ കഴുത്തിൽ ചുവപ്പ് കലർന്ന നിറമുള്ള ഒരു തൂവാല ചുറ്റിയിരുന്നു. കൂടെയുണ്ടായിരുന്നത് കാതറിൻ എഡോസ് ആണെന്ന ലാവൻഡെ തിരിച്ചറിഞ്ഞെങ്കിലും
അവരുടെ മുഖം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കോൺസ്റ്റബിൾ വാട്കിൻസ് മൃതദേഹം കണ്ടെത്തുന്നതിന് വെറും 10 മിനിറ്റ് മുമ്പായിരുന്നു ഈ കൂട്ടിക്കാഴ്ച നടന്നത്. എഡോസ് കേസിൽ ഏറ്റവും ഖേദകരമായ കാര്യം കൊലയാളി പിടിക്കപ്പെടാതെ തല നരിയിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നതാണ്. മൈറ്റർ സ്ക്വയറിലെ ഏക വസതിയിൽ താമസിച്ചിരുന്നത് ഒരു പോലീസുകാരനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിരുന്നു. കൊലപാതകം നടന്ന സ്ഥലത്തിന് അഭിമുഖമായി തൊട്ടുമുകളിലുള്ള ജനലിനരികിലായാണ് അവർ ഉറങ്ങിയിരുന്നത്. കൂടാതെ വിരമിച്ച ഒരു പോലീസുകാരനായ കാവൽക്കാരൻ തൊട്ടടുത്തുള്ള ഒരു ഗോഡൌണിൽ ആ സമയം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ശബ്ദം കേൾക്കാവുന്നത്ര അടുത്ത് ഇവരെല്ലാം ഉണ്ടായിരുന്നിട്ടും ആ നിഗൂഢ കൊലയാളി തന്ത്രപൂർവം രക്ഷപ്പെട്ടു. രോന്തുചുറ്റുന്ന ഉദ്യോഗസ്ഥരുടെ കാൽപെരുമാറ്റം പതിവായി കേൾക്കാറുണ്ടായിരുന്ന ആ കാവൽക്കാരൻ പോലും കൊലപാതകം നടന്ന സമയത്ത് അസ്വാഭാവികമായ യാതൊരു ശബ്ദവും കേട്ടില്ലെന്നത് വിചിത്രമായിരുന്നു. ഒടുവിൽ ഏകദേശം 1:40 കോൺസ്റ്റബിൾ ജെയിംസ് ഹാർവി മൈറ്റർ സ്ക്വയറിലേക്ക് ഒന്ന് കണ്ണോടിച്ചിരുന്നു. ലാവൻഡർ എന്ന സാക്ഷി അവരെ കാണുന്നതിനും പിന്നീട് മൃതദേഹം കണ്ടെത്തുന്നതിനുമിടയിലുള്ള കൃത്യസമയമായിരുന്നു അത്. കൊലപാതകം നടന്ന സ്ഥലം ഹാർവിക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ വ്യക്തമായി കാണാമായിരുന്നു. എന്നിട്ടും സംശയാസ്പദമായി ഒന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവിടെ അത്രയ്ക്കും ഇരുട്ടായിരുന്നോ, അതോ ഏതാനും മീറ്ററുകൾ മാത്രമകലെ ഇരുളിൽ മറഞ്ഞ കൊലയാളി നിൽക്കുന്നുണ്ടായിരുന്നോ? അതുമല്ലെങ്കിൽ സാക്ഷികൾ പറഞ്ഞ സമയത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിരിക്കുമോ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയായി. ഏതായാലും കൊലയാളി പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടു. എന്നാൽ പോകുന്ന പോക്കിൽ ഒരു തെളിവ് അവശേഷിപ്പിക്കാൻ അയാൾ മറന്നില്ല. 3 മണിക്ക് തൊട്ടുമുമ്പ് വടക്കുകിഴക്കായി കുറച്ചകലെയുള്ള ഒരു കെട്ടിടത്തിന്റെ കവാടത്തിന് സമീപം രക്തം പുരണ്ട ഒരു തുണിക്കഷ്ണം കണ്ടെത്തി. കൊല്ലപ്പെട്ട എഡോസ് ധരിച്ചിരുന്ന ഏപ്രണിന്റെ കീറിയൊരു ഭാഗമായിരുന്നു അതെന്ന് പിന്നീട് തെളിഞ്ഞു. രക്ഷപ്പെടുന്നതിനിടയിൽ കൊലയാളി അത് കീറിയെടുത്ത് അവിടെ ഉപേക്ഷിച്ചതാകാനാണ് സാധ്യത. ആ ഏപ്രൺ കഷ്ണം കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ടുമുകളിലുള്ള ഭിത്തിയിൽ ആരോ ഒരു സന്ദേശം എഴുതി വച്ചിരുന്നു. ജൂതന്മാരെക്കുറിച്ചുള്ള ഒരു പരാമർശമായിരുന്നു അത്. എന്നാൽ ആ വരികൾ എഴുതിയത് ആരാണെന്നോ അതിൻ്റെ യഥാർത്ഥ അർത്ഥമെന്താണെന്നോ ഇന്നും ആർക്കും വ്യക്തമല്ല. അത് കൊലയാളി തന്നെ എഴുതിയതാണോ, അതോ ജൂതസമൂഹത്തെ സംശയത്തിന്റെ നിഴലിലാക്കാനോ അല്ലെങ്കിൽ അവരെ സംശയത്തിൽ നിന്ന് ഒഴിവാക്കാനോ നടത്തിയ ശ്രമമായിരുന്നോ? അതുമല്ലെങ്കിൽ ആ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വരികളായിരുന്നോ അത്? സമാനമായ സംശയങ്ങൾ പിന്നീട് ലഭിച്ച ചില കത്തുകളെക്കുറിച്ചും ഉയർന്നു. കൊലയാളി എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്ന കത്തുകളായിരുന്നു അവ. എലിസബത്ത് സ്ട്രൈഡിന്റെയും കാഥറിൻ നെഡോസിന്റെയും കൊലപാതകങ്ങൾക്ക് 3 ദിവസം മുൻപ് ലണ്ടനിലെ സെൻട്രൽ ന്യൂസ് ഏജൻസിക്ക് തപാലിൽ ഒരു കത്ത് ലഭിച്ചിരുന്നു. മുൻപ് നടന്ന കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടും അടുത്ത കൃത്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുമുള്ളതായിരുന്നു ആ കത്ത്. ആ 2 കൊലപാതകങ്ങൾ നടന്നതിനു പിന്നാലെ രക്തക്കറ പുരണ്ട ഒരു പോസ്റ്റ് കാർഡ് കൂടി അതേ ഏജൻസിക്ക് ലഭിച്ചു. ആ ക്രൂരകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിലുണ്ടായിരുന്നു. ഒരേ സമയം 2 കൊലപാതകങ്ങൾ നടന്നതിനെ ഇരട്ട സംഭവമെന്നാണ് അതിൽ വിശേഷിപ്പിച്ചിരുന്നത്. ഈ കത്തുകൾ യഥാർത്ഥമാണെങ്കിൽ കൈപ്പട കണ്ട ആരെങ്കിലും തിരിച്ചറിയട്ടെ എന്ന പ്രതീക്ഷയിൽ പോലീസ് അത് പരസ്യപ്പെടുത്തി. ദൗർഭാഗ്യവശാൽ ആ കൈപ്പട കണ്ട് ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പകരം ആ കത്തുകളിൽ ഒപ്പിട്ടിരുന്ന പേര് ലോകം മുഴുവൻ അറിയപ്പെടാൻ അത് കാരണമായി. ആ കത്തുകളുടെ ആധികാരികതയെക്കുറിച്ച് അന്നുമിന്നും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അടുത്ത ഇരയുടെ ചെവികൾ അറുത്തെടുത്ത് പോലീസിന് അയച്ചു കൊടുക്കുമെന്ന് ആ കത്തിൽ വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ അങ്ങനെയൊരു പൊതി പോലീസിന് ലഭിച്ചില്ലെന്ന് മാത്രമല്ല, കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ചെവികൾ പൂർണ്ണമായി അറുത്തുമാറ്റപ്പെട്ടിരുന്നുമില്ല. എങ്കിലും എഡോസിന്റെ വലതുചെവിയുടെ കീഴ്ഭാഗം അറുത്ത നിലയിലായിരുന്നുവെന്നത് ഓർക്കുക. കത്തിൽ പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള കൊലയാളിയുടെ പരാജയപ്പെട്ട ശ്രമമായിരുന്നു അത്? അതോ ആ കത്തുമായി ബന്ധമൊന്നുമില്ലാത്ത ശരീരത്തിലേറ്റ അനേകം മുറിവുകളിൽ ഒന്നുമാത്രമായിരുന്നു അത്? കത്തുകളിലെ ഉള്ളടക്കം എന്തായാലും ആധുനിക പരിശോധനകൾ സൂചിപ്പിക്കുന്നത് അവ രണ്ടും എഴുതിയത് ഒരാൾ തന്നെയാണെന്നാണ്. അതുകൊണ്ട് അവ വ്യാജമായാലും സത്യമായാലും എഴുതിയയാൾ ഒരേ വ്യക്തി തന്നെയാകാനാണ് സാധ്യത. എന്നാൽ ഭിത്തിയിൽ കണ്ട ആ സന്ദേശത്തിലെ കൈപ്പടയുമായി ഈ കത്തുകളിലെ കൈപ്പടയ്ക്ക് യാതൊരു സാമ്യവും ഉണ്ടായിരുന്നില്ല. കത്തുകൾ പരസ്യപ്പെടുത്തിയത് വിപരീത ഫലമാണുണ്ടാക്കിയത്. അതനുകരിച്ചുകൊണ്ട് വ്യാജ കത്തുകളുടെ ഒരു പ്രവാഹം തന്നെ ലണ്ടനിലെ മാധ്യമസ്ഥാപനങ്ങളിലേക്കും മറ്റും എത്തിത്തുടങ്ങി. എന്നാൽ ആ കൂമ്പാരത്തിനിടയിൽ ഒരെണ്ണമെങ്കിലും യഥാർത്ഥ കൊലയാളി അയച്ചതാകാൻ സാധ്യതയുണ്ടായിരുന്നു. കത്തിലെ വരികളേക്കാൾ അതിനൊപ്പം വന്ന പെട്ടിയിലെ കാഴ്ചയാണ്
ആ കത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഒക്ടോബർ 16-ന് ജോർജ് ലസ്ക് എന്നയാൾക്ക് തപാലിൽ ചെറിയൊരു പൊതി ലഭിച്ചു. കൊലയാളിയെ കണ്ടെത്താനായി പ്രാദേശിക കച്ചവടക്കാർ ചേർന്ന് രൂപീകരിച്ച വൈറ്റ് ചാപ്പൽ വിജിലൻസ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ലസ്ക്. ആ പൊതിയിൽ ഒരു കത്തും ഒപ്പം ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ സൂക്ഷിച്ച നിലയിൽ മനുഷ്യന്റെ വൃക്കയുടെ പകുതി ഭാഗവുമുണ്ടായിരുന്നു. പരിശോധന നടത്തിയ ഡോക്ടർമാർ അത് മനുഷ്യന്റെ വൃക്ക തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ കാതറിൻ എഡോസിന്റെ ശരീരത്തിൽ നിന്ന് കൊലയാളി നീക്കം ചെയ്ത അതേ വൃക്ക തന്നെയാണോ ഇതെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യ ശരീരഭാഗങ്ങൾ ലഭ്യമായ ഏതെങ്കിലും മെഡിക്കൽ വിദ്യാർത്ഥിയോ മറ്റോ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാകാനും സാധ്യതയുണ്ടായിരുന്നു. എങ്കിലും അയച്ചയാൾ കത്തിൽ അവകാശപ്പെട്ടത് ആ വൃക്ക കൊല്ലപ്പെട്ട സ്ത്രീയുടേതാണെന്നും ബാക്കി പകുതി താൻ വറുത്തു തിന്നെന്നുമാണ്. പത്രങ്ങളുടെ പ്രചാരം കൂട്ടാൻ വേണ്ടി പത്രക്കാർ തന്നെ കെട്ടിച്ചമച്ചതാണ് ഇത്തരം കത്തുകൾ എന്നത് അന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു വാദമാണ്. പത്രപ്രവർത്തകരുടെ ബുദ്ധിപരമായ ഒരു നീക്കമാണിതെന്നാണ് ചീഫ് ഇൻസ്പെക്ടർ ജോൺ ലിറ്റിൽ ചൈൽഡ് ഇതിനെ വിശേഷിപ്പിച്ചത്. ലണ്ടനിലെ ഏതോ പത്രപ്രവർത്തകൻ മെനഞ്ഞെടുത്ത വെറും കഥ മാത്രമാണിതെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ റോബർട്ട് ആൻഡേഴ്സണും ഈ കത്തുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അഭിപ്രായപ്പെട്ടു. ചീഫ് കോൺസ്റ്റബിൾ മെൽവിൽ മക്നാട്ടനും വിശ്വസിച്ചത് ഇതിനു പിന്നിൽ പത്രക്കാരുടെ കൈകളുണ്ടെന്നായിരുന്നു. മഷിപുരണ്ട മാധ്യമപ്രവർത്തകന്റെ വിരലടയാളം ഇതിൽ കാണാമെന്ന് അദ്ദേഹം സംശയിച്ചു. ഏത് പത്രപ്രവർത്തകനാണ് ഇത് ചെയ്തതെന്ന് സംശയിക്കപ്പെടുന്ന ചിലരുണ്ടായിരുന്നെങ്കിലും അവർക്കെതിരെ വ്യക്തമായ തെളിവുകളൊന്നുമുണ്ടായിരുന്നില്ല. അതിബുദ്ധിമാനായ ഏതെങ്കിലും പത്രപ്രവർത്തകൻ കെട്ടിച്ചമച്ചതായാലും അല്ലെങ്കിൽ സാക്ഷാൽ റിപ്പർ തന്നെ എഴുതിയതായാലും ആ കത്തുകൾക്ക് വലിയ പ്രചാരം ലഭിച്ചു. ഒക്ടോബർ മാസത്തിൽ മിക്കവാറും എല്ലാ പത്രങ്ങളിലും ആ വാർത്ത നിറഞ്ഞുനിന്നു. ജനങ്ങൾക്കിടയിലെ പ്രധാന ചർച്ചാവിഷയവും അതുതന്നെയായിരുന്നു. എന്നാൽ ജാക്ക് ദ റിപ്പറിന്റെ കയ്യൊപ്പുള്ള ക്രൂരതകളൊന്നും നടക്കാതെ ആ മാസം കടന്നുപോയി. എല്ലാം അവസാനിച്ചുവെന്ന് ജനം കരുതി. ആ ക്രൂരൻ ഭയന്നുപോയിട്ടുണ്ടാകുമെന്നും എന്നേക്കുമായോ അല്ലെങ്കിൽ താൽക്കാലികമായോ ആ അരുംകൊലകൾ അവസാനിപ്പിച്ചിരിക്കാമെന്നും പലരും വിശ്വസിച്ചു. നവംബർ 9 രാവിലെ ജോൺ മക്കാർത്തി എന്ന കെട്ടിട ഉടമ തന്റെ കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കുകയായിരുന്നു. മില്ലേഴ്സ് കോട്ട് എന്ന സ്ഥലത്തെ കെട്ടിടങ്ങൾ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. അവിടത്തെ 13-ാം നമ്പർ മുറിയിൽ താമസിക്കുന്നവർ വാടക കുടിശ്ശിക വരുത്തിയിരുന്നു. 11 മണിക്ക് 1/4 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ വാടക പിരിക്കാനായി മക്കാർത്തി തന്റെ സഹായിയായ തോമസ് ബോയറെ അവിടേക്കയച്ചു. വാതിലിൽ പലതവണ മുട്ടിവിളിച്ചിട്ടും മറുപടിയൊന്നും ലഭിച്ചില്ല. ഒടുവിൽ ജനാലയിലൂടെ അകത്തേക്ക് നോക്കാൻ ബോയർ തീരുമാനിച്ചു. എന്നാൽ ഒരു കോട്ടോ കർട്ടനോ കാഴ്ച മറയ്ക്കുന്നുണ്ടായിരുന്നു. ജനാലയുടെ പൊട്ടിയ ചില്ലുകൾക്കിടയിലൂടെ കൈകടത്തി ബോയർ അത് നീക്കി. മുറിയുടെ മൂലയിലുള്ള കട്ടിലിൽ കണ്ട കാഴ്ച അയാളെ മരവിപ്പിച്ചു. അതിക്രൂരമായി വികൃതമാക്കപ്പെട്ട നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം അവിടെ കിടപ്പുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ മില്ലേഴ്സ് കോട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നിറഞ്ഞു. 13-ാം നമ്പർ മുറി ഉള്ളിൽ നിന്ന് പൂട്ടിയിരുന്നതിനാൽ ഒരു മഴു ഉപയോഗിച്ച് വാതിൽ വെട്ടിപ്പൊളിച്ചാണ് അവർ അകത്ത് കയറിയത്. ഉള്ളിൽ കണ്ടത് കൊടും സ്വപ്നങ്ങളിൽ പോലും കാണാത്തത്ര ഭീകരമായ കാഴ്ചയായിരുന്നു. മനുഷ്യനല്ല, മറിച്ച് ചെകുത്താനാണ് ഇത് ചെയ്തതെന്ന് തോന്നിപ്പോകുന്നത്ര ക്രൂരത. കണ്ടുനിൽക്കാൻ കഴിയാത്ത, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ഭയാനകമായ രംഗം. അത്തരമൊരു കാഴ്ച ഇനി ഒരിക്കലും കാണാനിടവരരുതേയെന്ന് കണ്ടവർ പ്രാർത്ഥിച്ചുപോയി. ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ച നിലയിലായിരുന്നുവെന്ന് ഡോക്ടർ ജോർജ് ഫിലിപ്സ് രേഖപ്പെടുത്തി. മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കൊത്തിവലിച്ചിരുന്നു. വയറ്റിലെ അവയവങ്ങളെല്ലാം പുറത്തെടുത്തിരുന്നു. കഴുത്താകട്ടെ എല്ലുവരെ മുറിഞ്ഞു വേർപെടാറായ നിലയിലായിരുന്നു. മുറിയിലാകെ ശരീരഭാഗങ്ങൾ ചിതറിക്കിടന്നു. മുറിയിൽ സാധനങ്ങൾ വളരെ കുറവായതുകൊണ്ട് തെളിവുകൾ കണ്ടെത്തുക പ്രയാസമായിരുന്നു. 2 മേശകളും 1-2 കസേരകളും ഒരു ചെറിയ അലമാരയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനിടയിൽ തീയിടുന്ന സ്ഥലത്തെ ചാരത്തിൽ നിന്ന് കത്തിക്കരിഞ്ഞ തുണിയുടെ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തു. തെളിവുകൾ നശിപ്പിക്കാൻ കൊലയാളി ശ്രമിച്ചതാണോ അതോ മുറിയിൽ വെളിച്ചം കിട്ടാൻ വേണ്ടി കത്തിച്ചതാണോ എന്ന് വ്യക്തമായിരുന്നില്ല. കൊല്ലപ്പെട്ടത് ആ മുറിയിലെ താമസക്കാരിയായ മേരി ജെയിൻ കെല്ലിയാണെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. എന്നാൽ അവരുടെ ജീവിതം ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു. ഏകദേശം 25 വയസ്സുള്ള അവർ വെൽഷ് അല്ലെങ്കിൽ ഐറിഷ് വംശജയാണെന്ന് കരുതപ്പെടുന്നു. കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞതും ഇവർക്കായിരുന്നു. എന്നാൽ മേരി ജെയിൻ കെല്ലി എന്ന പേരിൽ ഔദ്യോഗിക രേഖകളൊന്നും കണ്ടെത്താൻ കഴിയാത്തതിനാൽ അതൊരു വ്യാജ പേരാകാനാണ് സാധ്യത.
എന്തായാലും കെല്ലി അവിടെ തനിച്ചായിരുന്നില്ല താമസിച്ചിരുന്നത്. കൊലപാതകം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ജോസഫ് ബാർനറ്റ് എന്നയാൾക്കൊപ്പമായിരുന്നു കെല്ലി താമസിച്ചിരുന്നത്. കെല്ലിയുടെ വേശ്യാവൃത്തിയും അവർ സഹകരിച്ചിരുന്ന ആളുകളെയും ബാർനറ്റിന് ഇഷ്ടമല്ലാതിരുന്നതുകൊണ്ട് ഒക്ടോബർ 30-നാണ് അവർ പിരിഞ്ഞത്. എങ്കിലും അവർ വീണ്ടും കണ്ടുമുട്ടിയിരുന്നു. നവംബർ 8-ന് വൈകുന്നേരം ബാർനറ്റ് കെല്ലിയെ കാണാൻ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ കെല്ലിക്കൊപ്പം മറ്റൊരു സ്ത്രീയുണ്ടായിരുന്നു. അവരവിടെ നിറങ്ങാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ ആരായിരുന്നു ആ സ്ത്രീ എന്നതിനെക്കുറിച്ചോ, ബാർനറ്റ് എപ്പോഴാണ് വന്നതെന്നതിനെക്കുറിച്ചോ, എത്ര സമയം അവിടെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചോ വ്യത്യസ്തമായ വിവരങ്ങളാണുള്ളത്. ബാർനറ്റിന്റെ വാക്കുകൾ വിശ്വസിക്കുകയാണെങ്കിൽ 7 മണിക്കും 7:45 ഇടയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. 9 മണിക്ക് മുൻപായി തിരികെ പോവുകയും ചെയ്തു. അർദ്ധരാത്രിക്ക് തൊട്ടുമുൻപ് കെല്ലി ഒരു പുരുഷനോടൊപ്പം നിൽക്കുന്നത് അയൽവാസിയായ മേരി ആൻ കോക്സ് കണ്ടു. കോക്സ് അവർക്കരികിലൂടെ നടന്നു പോകുമ്പോൾ അവർ കെല്ലിയുടെ മുറിയിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു. കോക്സ് ശുഭരാത്രി നേർന്നെങ്കിലും അമിതമായി മദ്യപിച്ചിരുന്നതിനാൽ മറുപടി പറയാൻ പോലും കെല്ലിക്ക് സാധിച്ചില്ല. അവർ മുറിയിൽ കയറിയതിന് പിന്നാലെ കെല്ലി പാട്ടുപാടുന്നത് കോക്സ് കേട്ടു. ഏകദേശം 1 മണിക്കൂറിന് ശേഷം കോക്സ് പുറത്തേക്ക് പോകുമ്പോഴും കെല്ലിയുടെ പാട്ട് കേൾക്കാമായിരുന്നു. എന്നാൽ പുലർച്ചെ 2 മണിയോടെ കെല്ലി വീണ്ടും പുറത്തേക്ക് പോയതായാണ് കാണപ്പെട്ടത്. കാരണം ജോർജ് ഹച്ചിൻസൺ എന്നയാൾ കെല്ലിയെ അവിടെ വെച്ച് കണ്ടിരുന്നു. അവർ തമ്മിൽ മുൻ പരിചയമുണ്ടായിരുന്നു. കയ്യിൽ കുറച്ച് നാണയങ്ങളുണ്ടെങ്കിൽ തരണമെന്ന് കെല്ലി ഹച്ചിൻസനോട് അപേക്ഷിച്ചു. എന്നാൽ ഹച്ചിൻസന്റെ കൈവശം പണമൊന്നുമുണ്ടായിരുന്നില്ല. പണം അത്യാവശ്യമായിരുന്നതിനാൽ കെല്ലി അവിടെ നിന്നും നടന്നു നീങ്ങി. അല്പസമയത്തിനുള്ളിൽ നല്ല വസ്ത്രധാരണം ചെയ്ത ഒരാൾ കെല്ലിയെ സമീപിക്കുന്നത് ഹച്ചിൻസൺ ശ്രദ്ധിച്ചു. അവർ തമ്മിൽ വളരെ സന്തോഷത്തോടെ സംസാരിക്കുകയും തുടർന്ന് വടക്കുഭാഗത്തേക്ക് നടന്നുപോവുകയും ചെയ്തു. കെല്ലിയെപ്പോലൊരു സ്ത്രീയുമായി അത്രയും മാന്യനായ ഒരാൾ ചങ്ങാത്തം കൂടുന്നത് ഹച്ചിൻസണിൽ സംശയമുണ്ടാക്കി. അതുകൊണ്ട് അവർ തന്റെ അരികിലൂടെ കടന്നുപോയപ്പോൾ അയാൾ ആ മനുഷ്യനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അയാളുടെ വലതുകൈയിൽ ഒരു ജോഡി കയ്യുറകളും ഇടതുകൈയിൽ ചെറിയൊരു പൊതിയുമുണ്ടായിരുന്നു. മില്ലേഴ്സ് കോർട്ടിലേക്ക് പോയ ആ ജോഡിയെ പിന്തുടരാൻ ഹച്ചിൻസൺ തീരുമാനിച്ചു. അവർ മില്ലേഴ്സ് കോർട്ടിനുള്ളിലേക്ക് മറയുന്നതിന് മുൻപായി ആ മനുഷ്യൻ കെല്ലിക്ക് ചുവന്ന നിറമുള്ള ഒരു തുവാല നൽകി. അയാൾക്ക് അവിടെ സൗകര്യപ്രദമായിരിക്കുമെന്ന് പറഞ്ഞ് കെല്ലി സ്നേഹപൂർവ്വം അകത്തേക്ക് ക്ഷണിച്ചു. പുലർച്ചെ 3 മണിവരെ ഹച്ചിൻസൺ അവിടെ തന്നെ കാത്തുനിന്നെങ്കിലും കെല്ലിയെയോ ആ മനുഷ്യനെയോ പിന്നീട് പുറത്തു കണ്ടില്ല. ഏകദേശം അതേ സമയത്തു തന്നെയാണ് മേരി ആൻ കോക്സ് വീട്ടിൽ തിരിച്ചെത്തിയത്. നേരത്തെ പുറത്തുപോയപ്പോൾ കേട്ടിരുന്ന ഉച്ചത്തിലുള്ള പാട്ടിന് വിപരീതമായി കോക്സ് തിരിച്ചെത്തിയപ്പോൾ കെല്ലിയുടെ മുറിയിൽ നിന്ന് വെളിച്ചമോ ശബ്ദമോ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. ആ മുറി പൂർണ്ണമായും നിശബ്ദവും ഇരുളടഞ്ഞതുമായിരുന്നു. ഒടുവിൽ ഏകദേശം പുലർച്ചെ 4 മണിയോടെ കെല്ലിയുടെ മുറിക്ക് മുകളിൽ താമസിച്ചിരുന്നയാളും എതിരെ താമസിച്ചിരുന്ന സ്ത്രീയും കൊലപാതകം എന്നുള്ള നിലവിളി കേട്ടു. അതൊരു സ്ത്രീ ശബ്ദമായിരുന്നുവെന്നും തൊട്ടടുത്തുനിന്നാണ് അത് കേട്ടതെന്നും അവർക്ക് തോന്നി. എന്നാൽ അതേസമയം അവിടെ താമസിച്ചിരുന്ന മറ്റാർക്കും അങ്ങനെയൊരു നിലവിളി കേൾക്കാൻ കഴിഞ്ഞില്ല എന്നത് വിചിത്രമായിരുന്നു. മരണസമയം സംബന്ധിച്ചും ഭിന്നപ്പുകളുണ്ടായിരുന്നു. പുലർച്ചെ 1-നും 2-നും ഇടയിൽ മരണം സംഭവിച്ചിട്ടുണ്ടാകാമെന്നാണ് ഡോക്ടർ ബോണ്ട് അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഡോക്ടർ ഫിലിപ്സിന്റെ നിഗമനത്തിൽ മരണം സംഭവിച്ചത് അതിനും കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ്. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് രാവിലെ 8 മണിക്കും 10 മണിക്കുമിടയിൽ കെല്ലിയെ ജീവനോടെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ചില സാക്ഷികൾ തിറപ്പിച്ചു പറഞ്ഞു. 11 മണിക്ക് 1/4 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് എന്ന കാര്യം ഓർക്കണം. ഈ വൈരുദ്ധ്യങ്ങൾ കൂടിച്ചേരുമ്പോൾ കെല്ലിയുടെ മരണം നടന്ന കൃത്യസമയം ഇന്നും ഒരു സമസ്യയായി തുടരുന്നു. ജാക്ക് ദി റിപ്പറിന്റെ അവസാനത്തെ ഇരയായാണ് മേരി ജെയിൻ കെല്ലിയെ കണക്കാക്കുന്നത്. മേരി ആൻ നിക്കോൾസ്, ആനി ചാപ്മാൻ, എലിസബത്ത് സ്ട്രൈഡ്, കാതറിൻ എഡോസ് എന്നിവർക്കൊപ്പം കെല്ലിയും കാനോണിക്കൽ 5 അഥവാ റിപ്പറിന്റെ സ്ഥിരീകരിക്കപ്പെട്ട 5 ഇരകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഒരേ കൈകളാൽ കൊല്ലപ്പെട്ടവരാണ് ഈ 5 സ്ത്രീകളെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. മാർത്ത ടാബ്രവും ജാക്ക് ദി റിപ്പറിന്റെ ഇരയായിരുന്നിരിക്കാം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിൽ ഏകാഭിപ്രായമില്ല. മറ്റു ചില കേസുകളിലും ഇതേ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്.
ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട 5 കൊലപാതകങ്ങളിൽ പോലും തർക്കങ്ങളുള്ളതുകൊണ്ട് ആകെ എത്ര പേർ ഇരകളായി എന്നത് ഇന്നും ഒരു ചർച്ചാ വിഷയമാണ്. കെല്ലിയായിരുന്നു അവസാനത്തെ ഇരയെന്ന് കരുതുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യമുയരുന്നു: എന്തുകൊണ്ട്? എന്തിനാണ് ആ കൊലപാതക പരമ്പര അത്ര പെട്ടെന്ന് അവസാനിച്ചത്? പിടിക്കപ്പെടുമെന്ന ഭയം കാരണം റിപ്പർ പിൻവാങ്ങിയതാകുമോ? അതോ മറ്റേതെങ്കിലും കുറ്റത്തിന് അയാൾ ജയിലിലായോ? രോഗം ബാധിച്ചോ? ആത്മഹത്യ ചെയ്തോ അയാൾ മരിച്ചിട്ടുണ്ടാകുമോ? അതുമല്ലെങ്കിൽ അയാൾ രാജ്യം വിട്ടുപോയോ? പോലീസിനെ കുഴപ്പിക്കാനായി കൊലപാതക രീതി മാറ്റിയതാകാനും സാധ്യതയുണ്ട്. സാധ്യതകൾ അനവധിയായതുകൊണ്ടുതന്നെ സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയ്ക്കും കുറവില്ല. മേരി ആൻ നിക്കോൾസിന്റെ കൊലപാതകത്തിനു ശേഷം ലെതർ ഏപ്രൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ വേശ്യവൃത്തി ചെയ്യുന്ന സ്ത്രീകളെ പതിവായി ഉപദ്രവിക്കാറുണ്ട് എന്നൊരഭ്യൂഹം പരന്നിരുന്നു. പത്രങ്ങൾ ഇത് ഏറ്റുപിടിച്ചതോടെ ആ പേര് വേഗത്തിൽ കൊലയാളിയുടെ പര്യായമായി മാറി. വാസ്തവത്തിൽ ജാക്ക് ദി റിപ്പർ എന്ന പേര് വരുന്നതിനു മുൻപ് ലെതർ ഏപ്രൺ എന്ന പേരിലായിരുന്നു ആ കൊലയാളി പ്രധാനമായും അറിയപ്പെട്ടിരുന്നത്. ലെതർ ഏപ്രൺ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആ മനുഷ്യൻ കുറ്റക്കാരനല്ലെന്ന് വൈകാതെ തെളിഞ്ഞു. ജോൺ പൈസർ എന്നായിരുന്നു അയാളുടെ യഥാർത്ഥ പേര്. മിക്കോൾസ് ആക്രമിക്കപ്പെട്ട രാത്രിയിൽ അയാൾ ലണ്ടനിലെ മറ്റൊരു ഭാഗത്തായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു. വഴിതെറ്റിയ ഈ അന്വേഷണം അന്നത്തെ പോലീസ് നടപടികളുടെ മൊത്തത്തിലുള്ള അവസ്ഥയെയാണ് കാണിക്കുന്നത്. തെളിവുകളില്ലാത്തതും ജനങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം ഏറിവരുന്നതും കാരണം കിട്ടുന്ന ചെറിയ സൂചനകൾക്ക് പിന്നാലെ പോലും പോകാൻ പോലീസ് നിർബന്ധിതരായി. ആയിരക്കണക്കിന് ആളുകളെ അവർ ചോദ്യം ചെയ്തു. നൂറുകണക്കിന് അന്വേഷണങ്ങൾ നടത്തി. അതിനിടയിൽ പലതരം സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടു. ഇൻസ്പെക്ടർ ഫ്രെഡറിക് ആബർലൈൻ പറഞ്ഞതുപോലെ എണ്ണമറ്റ സിദ്ധാന്തങ്ങളുടെ ഇടയിൽ പോലീസ് വഴിമുട്ടി നിൽക്കുകയായിരുന്നു. അന്വേഷണം ചുരുക്കുന്നതിനായി കുറ്റവാളിയുടെ ഏകദേശ രൂപം തയ്യാറാക്കുന്ന ഒരു രീതി പോലീസ് പരീക്ഷിച്ചു. ലഭ്യമായ തെളിവുകൾ വെച്ച് എങ്ങനെയുള്ള ആളായിരിക്കും കുറ്റകൃത്യം ചെയ്തതെന്ന് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു അത്. ഡോക്ടർ തോമസ് ബോണ്ടാണ് ഇതിനായി മുൻകൈയെടുത്തത്. അദ്ദേഹത്തിന്റെ നിഗമനത്തിൽ റിപ്പർ മധ്യവയസ്കനും കരുത്തനുമായ ഒരാളായിരുന്നു. കണ്ടാൽ ഉപദ്രവകാരിയെന്ന് തോന്നാത്ത മാന്യമായി വസ്ത്രം ധരിക്കുന്ന പ്രകൃതം. എന്നാൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലെ ഏറ്റവും വിവാദമായ കാര്യം മറ്റൊന്നായിരുന്നു. കൊലയാളിക്ക് ശാസ്ത്രീയമായോ ശരീരശാസ്ത്രപരമായോ യാതൊരറിവുമില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മറ്റു ഡോക്ടർമാരുടെ അഭിപ്രായത്തിന് നേർവിപരീതമായിരുന്നു ഈ കണ്ടെത്തൽ. ശരീരശാസ്ത്രത്തിൽ റിപ്പറിന് സാമാന്യമായ അറിവെങ്കിലുമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഭൂരിഭാഗം വിദഗ്ധരും വിശ്വസിച്ചത്. സാക്ഷികളുടെ മൊഴികൾ പ്രകാരം 20കളുടെ അവസാനത്തിലോ 30കളുടെ പാതിയിലോ പ്രായമുള്ള ഇടത്തരം ഉയരവും ഒത്ത വണ്ണവുമുള്ള ഒരാളായിരുന്നു റിപ്പർ. ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങളും തൊപ്പിയും ധരിച്ചിരുന്ന അയാൾക്ക് ഒരു മീശയുമുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ മൊഴികളെല്ലാം കൂട്ടിവായിക്കുന്നത് ചിലപ്പോൾ തെറ്റിദ്ധാരണയുണ്ടാക്കാം. പല വിവരങ്ങളും പരസ്പര വിരുദ്ധമാണെന്ന് മാത്രമല്ല, സാക്ഷികൾ കണ്ടത് വ്യത്യസ്തരായ ആളുകളെയാകാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ സാക്ഷികളിൽ ആരും തന്നെ സാക്ഷാൽ ജാക്ക് ദി റിപ്പറെ കണ്ടുപോലുമുണ്ടാകില്ല. കാര്യങ്ങൾ ഇത്രയേറെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആരെ വേണമെങ്കിലും സംശയത്തിന്റെ നിഴലിൽ നിർത്താമെന്ന അവസ്ഥയാണുള്ളത്. റിപ്പർ ഒരു സ്ത്രീ ആയിരുന്നിരിക്കാമെന്നും അല്ലെങ്കിൽ സ്ത്രീവേഷം ധരിച്ച പുരുഷനായിരിക്കാമെന്നും വിശ്വസിക്കുന്നവർ പോലുമുണ്ട്. ജിൽ ദി റിപ്പർ എന്നറിയപ്പെടുന്ന ഈ വാദം കേൾക്കാൻ രസകരമാണെങ്കിലും അതിന് വലിയ തോതിലുള്ള പിന്തുണയൊന്നും ലഭിച്ചിട്ടില്ല. എന്നാൽ തർക്കമില്ലാത്ത ഒരു കാര്യം റിപ്പർ ഈസ്റ്റ് എൻഡിലെ താമസക്കാരനോ അല്ലെങ്കിൽ ആ സ്ഥലവുമായി അത്രയേറെ പരിചയമുള്ള ഒരാളോ ആയിരുന്നു എന്നതാണ്. പലതവണ പോലീസിന്റെ കയ്യിൽപ്പെടാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞത് അവിടുത്തെ ഇടവഴികളെക്കുറിച്ചും പോലീസ് റോന്തു ചുറ്റുന്ന വഴികളെക്കുറിച്ചുമുള്ള കൃത്യമായ അറിവുകൊണ്ട് മാത്രമാണ്. കൊലപാതകങ്ങളെല്ലാം നടന്നിരിക്കുന്നത് വാരാന്യങ്ങളിലോ പൊതു അവധി ദിവസങ്ങളിലോ ആയതുകൊണ്ട് അയാൾക്ക് മറ്റെന്തെങ്കിലും ജോലി ഉണ്ടായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. ഒപ്പം ശരീരശാസ്ത്രത്തിൽ അയാൾക്ക് സാമാന്യമായ അറിവുണ്ടായിരുന്നുവെന്നും അനുമാനിക്കാം. സമീപകാലത്ത് ആരോൺ കോസ്മിൻസ്കി എന്ന പേര് വീണ്ടും പ്രധാന സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. വിവാദമായൊരു DNA പരിശോധനയായിരുന്നു ഇതിന് കാരണം. 1888-ൽ കാതറിൻ എഡോസ് കൊല്ലപ്പെട്ട സ്ഥലത്തുനിന്ന് ആക്ടിംഗ് സാർജന്റ് ആമോസ് സിംസൺ രക്തം പുരണ്ട ഒരു ഷാൾ എടുത്തുകൊണ്ടുപോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തലമുറകളായി കൈമാറി വന്ന ആ ഷാൾ 2011-ൽ DNA പരിശോധനയ്ക്ക് വിധേയമാക്കി. ഷാളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ
എഡോസിന്റെയും കോസ്മിൻസ്കിയുടെയും പിൻതലമുറക്കാരുടെ DNA-യുമായി ഒത്തുനോക്കിയപ്പോൾ ഫലം അനുകൂലമായിരുന്നു. തുടർന്നുണ്ടായ മാധ്യമവാർത്തകൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ വലിയ നിഗൂഢതയ്ക്ക് എന്നേക്കുമായി ഉത്തരമായി കഴിഞ്ഞു. ആരോൺ കോസ്മിൻസ്കി തന്നെയാണ് ജാക്ക് ദ റിപ്പർ. എന്നാൽ കാര്യങ്ങളത്ര ലളിതമായിരുന്നില്ല. ഒന്നാമതായി, ആ ഷാളിന്റെ ഉറവിടത്തെക്കുറിച്ച് വ്യക്തതയില്ലായിരുന്നു. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് അങ്ങനെയൊരു ഷാൾ ഉണ്ടായിരുന്നതിനോ സാർജന്റ് സിംസൺ അവിടെ പോയതിനോ ഔദ്യോഗിക രേഖകളൊന്നുമുണ്ടായിരുന്നില്ല. മാത്രമല്ല, എഡോസിനെപ്പോലെ ദരിദ്രയായൊരു സ്ത്രീക്ക് അത്രയും വിലപിടിപ്പുള്ള ഒരു ഷാൾ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നില്ല എന്നതും വാസ്തവമാണ്. രണ്ടാമതായി, പരിശോധനയ്ക്കുപയോഗിച്ചത് മൈറ്റോകോൺട്രിയൽ DNA ആയിരുന്നു. അമ്മ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇത്തരം DNA ഒരു വ്യക്തിക്ക് മാത്രമുള്ളതല്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരേ DNA ഉണ്ടാകാം എന്നതുകൊണ്ട് ഒരാളെ മാത്രം കുറ്റവാളിയായി ഇതിലൂടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഒരാളെ സംശയത്തിൽ നിന്ന് ഒഴിവാക്കാൻ മാത്രമേ ഇത്തരം പരിശോധനകൾ കൊണ്ട് സാധിക്കൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് കേസ് പൂർണ്ണമായും തെളിയിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. സംശയങ്ങൾ ഇന്നും ബാക്കി നിൽക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ജാക്ക് ദ റിപ്പർ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ ഇന്നും പ്രയാസമാണ്. നൂറുകണക്കിന് ആളുകൾ സംശയത്തിന്റെ നിഴലിലുള്ളപ്പോൾ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താനായില്ല എന്നത് അവിശ്വസനീയമായി തോന്നാം. എന്നാൽ അന്നത്തെ ലണ്ടൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരമായിരുന്നു എന്ന കാര്യം മറക്കരുത്. ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖം അവിടെയായിരുന്നു. ദശലക്ഷക്കണക്കിന് മനുഷ്യർ തിങ്ങിപ്പാർത്തിരുന്ന ആ മഹാനഗരത്തിൽ രേഖകളിലൊന്നും പെടാതെ അലഞ്ഞുതിരിഞ്ഞു ജീവിക്കുന്നവരും ഒട്ടേറെയുണ്ടായിരുന്നു. ഒരു സാധാരണ നാവികനോ അറപ്പുകാരനോ വൈദ്യനോ പട്ടാളക്കാരനോ ബാർബറോ കച്ചവടക്കാരനോ ചുമട്ടുതൊഴിലാളിയോ ഗുമസ്തനോ വണ്ടിക്കാരനോ കാവൽക്കാരനോ ആരുമാകട്ടെ, വൈറ്റ് ചാപ്പലിലെ ആ വലിയ ജനസാഗരത്തിൽ ഒരു മണൽത്തരി പോലെ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അലിഞ്ഞുചേരാൻ അയാൾക്ക് എളുപ്പമായിരുന്നു.